കേരളത്തെ വീണ്ടും സാമ്പത്തികമായി ഞെരുക്കി കേന്ദ്രം. കടമെടുപ്പ് പരിധി കുത്തനെ വെട്ടി. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ മാത്രം 5900 കോടി രൂപ കുറച്ചെന്ന് കേന്ദ്ര ധനമന്ത്രാലയം കത്തയച്ചു. സകല മേഖലയെയും ബാധിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല. ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ സംസ്ഥാനത്തിന് അനുവദിച്ചിരുന്ന കടമെടുപ്പ് പരിധിയിൽ നിന്ന് 5900 കോടിയിലേറെ രൂപയാണ് വെട്ടിക്കുറച്ചത്. 12516 കോടി രൂപ കടമെടുക്കാൻ അനുമതിയുണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇനി വെറും 6572 കോടി രൂപ മാത്രമേ കടമെടുക്കാൻ കഴിയൂ. ഈ ക്വാർട്ടറിലെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ 5900 കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന ഒരു തീരുമാനം കുറച്ചു. 100 രൂപ താഴോട്ട് കൊടുക്കും 3 രൂപ 90 പൈസ കേരളത്തിന് തന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ 5 വർഷം നമുക്ക് തന്നത് 1 രൂപ 92 പൈസയാണ്. നേരെ 50% ആയി. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ മൊത്തം കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നതാണ് കേന്ദ്രത്തിന്റെ വാദം. കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണെന്നും എല്ലാ മേഖലകളെയും ബാധിക്കുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ 1 വർഷം കൊണ്ട് 17,000 കോടിയും 5 വർഷം കൊണ്ട് 1,25,000 കോടിയും വെട്ടിക്കുറച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും സംഭവിപ്പിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രിയുടെ ആരോപണം. റിപ്പോർട്ടർ, കൊച്ചി.